ആമോസിന്റെ പ്രവചന പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ആമോസ് പറയുന്നുണ്ട്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. കർത്താവ് പുതിയ ഒരു ദൂത് വചനം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പ്രിപ്പറേഷൻ അവസാനിക്കുന്നില്ല. സ്വർഗത്തിലെ ദൈവം എൻ്റെ മക്കളെ ചേർക്കുവാൻ വേഗത്തിൽ കടന്നു വരും. കാരണം എൻഡ് ടൈമിൻ്റെ അന്ത്യകാലത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണം ഈ 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ബട്ട് നോ ദിസ് ദാറ്റ് ഇൻ ദ ലാസ്റ്റ് ഡേ terrible time shall come. This last days terrible time shall come. Jesus Christ is coming soon. He is coming soon. അവിടെ 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും. നോക്കി, ഈ പറയപ്പെട്ട ഈ കാറ്റഗറിയിലുള്ളവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നേരത്തെയൊക്കെ നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ അങ്ങനെയുള്ളവരെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നില്ലേ? സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധന്മാർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജേന്ദ്രിയന്മാർ, ഉഗ്രന്മാർ, സൽഗുണദോഷികൾ, ദ്രോഹികൾ, ധാഷ്ട്യക്കാർ, നിഗളികൾ, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായവർ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ. ഇങ്ങനെ വലിയ ഒരു കൂട്ടം ജനം എഴുന്നേറ്റ് വരുമ്പോൾ ഒരു വാക്യോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ. അവിടെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. നമ്മളൊക്കെ പ്രതീക്ഷിച്ച സമയത്തേക്കാൾ മുൻപ് നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ, വിശുദ്ധന്മാരൊക്കെ പാടി പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ കാത്തിരുന്ന അപ്പോസ്തലന്മാർ. നോക്കി, ഈ പത്രോസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുക്രിസ്തു ആ കാലഘട്ടത്തിൽ വരുമെന്ന് അവർ വിശ്വസിച്ചു. അത്ര അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ 2 പത്രോസ് 3:9-10 എഴുതിയിരിക്കുന്ന, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ആരും നശിച്ച് പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് അവർ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. എന്നാൽ റോമർക്കെഴുതിയ ലേഖനത്തിലാണ് കുറച്ചും കൂടെ അത് ശക്തമായത്. നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിയാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. നാം ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധം ധരിച്ചു കൊള്ളുക. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. ഇരുള് നിറഞ്ഞ ഈ ലോകം ഇനി ഒത്തിരി പ്രതിസന്ധികളിലേക്കാണ്, ഫിനാൻഷ്യൽ പ്രോബ്ലത്തിലേക്കും ക്രൈസിസിലേക്കും ഒക്കെ ആയിരിക്കാം ഈ ലോകം പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്ന ലക്ഷണങ്ങളാണെങ്കിൽ, വാഗ്ദത്തങ്ങൾ, പ്രവചനങ്ങളുടെ നിവൃത്തീകരണങ്ങളാകയാൽ ഇതിനെയൊന്നും പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയത്തില്ല. ആരുടെയും ബുദ്ധിക്കും ശക്തിക്കും കഴിയില്ല. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ എഴുതിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അതിവേഗം നിറവേറും.
അവർ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അവർ അടുക്കൽ വന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും. അതുകൊണ്ട് ഇരുട്ടിന്റെ പ്രവൃത്തികളെ അവസാനിപ്പിച്ച് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ആ അഹങ്കാരം, ആ ധാർഷ്ട്യം, ആ സ്വസ്നേഹം, ദ്രവ്യാഗ്രഹം, വമ്പ് പറയുന്ന അനുഭവം, അഹങ്കാരം, ദൂഷണം പറയുക, ഇപ്പോഴിതെല്ലാം വന്നിട്ടും പരിഹാസികൾക്ക് ഒരു കുറവുമില്ല. അതവസാനിപ്പിക്കുക. അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധരാകാതിരിക്കുക, വാത്സല്യമുള്ളവരാകുക, ഇഴുകിച്ചേരുന്നവരാകുക, ഏഷണി പറയാത്തവരാകുക, നല്ല നന്മകൾ ചെയ്യുന്നവരാകുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. ഇരുട്ടിന്റെ മറവുകളിൽ നടക്കുന്ന പാപത്തിന്റെ സ്വഭാവങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തിന് കൊള്ളാവുന്ന ദാസന്മാരായി, ദാസിമാരായി, ഹൃദയത്തിൽ എപ്പോഴും ഒരു ചോദ്യം: ഇന്ന് കാഹളം ധ്വനിച്ചാൽ, കർത്താവ് വന്നാൽ ഞാൻ കൈവിടപ്പെട്ടു പോകുമോ? ഞാൻ ചേർക്കപ്പെടുമോ? ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ, ഒരു ബസ് പോയാൽ നമുക്ക് വേറൊരു ബസ് കിട്ടും, ഒരു ട്രെയിൻ പോയാൽ വേറൊരു ട്രെയിൻ കിട്ടും, ഒരു വീട് നഷ്ടപ്പെട്ടാൽ വേറൊരു വീട് കിട്ടും, ഒരു ജോലി പോയാൽ ഭാരപ്പെടണ്ട, വേറൊരു ജോലി കിട്ടും. പക്ഷെ കർത്താവിൻ്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോയാൽ ഒരു സെക്കൻഡ് ചാൻസ്, രണ്ടാമതൊരവസരം, ഒരു സെക്കൻഡ് ചാൻസ്, രണ്ടാമതൊരവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. വെളിപ്പാട് 20:15, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇനി യേശു വരുന്നത് രോഗശാന്തി ശുശ്രൂഷ നടത്താനല്ല. ഇനി യേശു വരുന്നത് കടഭാരം മാറ്റാനല്ല. ഇനി യേശു വരുന്നത് അന്ധന് കാഴ്ചയും ചെകിടന് കേൾവിയും കൊടുക്കാനല്ല. തൻ്റെ വിശുദ്ധന്മാരെ, തൻ്റെ ഭക്തന്മാരെ, തനിക്കായി പ്രിയം വെച്ച് ഈ ഭൂമിയിൽ മരണപ്പെട്ട വിശുദ്ധരെയും, തനിക്കായി ജീവിക്കുന്ന കറ, വാട്ടം, ചുളുക്കം, മാലിന്യം ഏൽക്കാത്ത മണവാട്ടിയാകുന്ന സഭയെയും ചേർക്കാൻ വേണ്ടിയാണ്. അതിൽ നിങ്ങളുണ്ടാകണം, അതിൽ ഞാനുണ്ടാകണം. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിക്കുന്നെന്ന് പാട്ടുകാരൻ പാടിയില്ലേ? ഓരോ ദിനങ്ങൾ, നാളുകൾ കഴിയുന്തോറും ഞാൻ എൻ്റെ കർത്താവിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു ബോധ്യം ഉള്ളതിലുണ്ടാകട്ടെ. ഇന്ന് എന്നെ കാണുന്ന, കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ചോദ്യം എപ്പോഴും എന്നെ ഭരിക്കട്ടെ, എന്നെ നയിക്കട്ടെ. കർത്താവേ, യേശുവേ, അങ്ങയുടെ വരവെങ്കിൽ എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ നിർമ്മലമായ ഹൃദയത്തോടെ നിൽക്കാൻ കഴിയുമോ? എൻ്റെ കൈകൾ വെടിപ്പുള്ളതാണോ? എൻ്റെ ഹൃദയം വെടിപ്പുള്ളതാണോ? ഞാൻ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? ഞാൻ ആരെയെങ്കിലും തകർക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ആർക്കെങ്കിലും ദോഷമായി പ്രവർത്തിച്ചിട്ടുണ്ടോ? ഞാൻ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നുണ്ടോ?
മനുഷ്യരുടെ മുമ്പിൽ വിശുദ്ധി കളിച്ചുകൊണ്ട്, മനുഷ്യരുടെ മുമ്പിൽ ഭക്തി അഭിനയിച്ചുകൊണ്ട് എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ പാപം ചെയ്യുന്നൊരു വ്യക്തിയാണോ? എന്നെ കാണുന്ന എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ജീവിതം എങ്ങനെയുണ്ട്? അവൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനോടത്ര എനിക്കും നിങ്ങൾക്കും കാര്യമുള്ളതെന്ന് എബ്രായർ 4:13 വായിക്കുന്നു. ദാനിയേൽ 2:28 എഴുതിയിരിക്കുന്ന രഹസ്യങ്ങളെ അറിയുന്നൊരു ദൈവം സ്വർഗത്തിൽ ഉണ്ട്. മത്തായി 10:30 എഴുതിയിട്ടുണ്ട്, അവൻ നിങ്ങളുടെ തലയിലെ മുടികളും എണ്ണിയിരിക്കുന്നു, അതിലെ ഒന്ന് നിലത്ത് വീഴുന്നത് അവൻ അറിയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന അവൻ ഉൾപ്പൂവുകളെ ആരായുന്നു. അവൻ നമ്മുടെ ഹൃദയ പരമാർത്ഥതകളെ അറിയുന്നു. കർത്താവിന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചേ, നന്ദി പറഞ്ഞേ, കൈകൾ ഉയർത്തി. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഒരിക്കൽ കൂടെ ആ ദൈവത്തിന്റെ വിളി നിങ്ങൾ കേൾക്കുകയാണ്. രക്ഷിതാവ് സ്നേഹത്തോടെ നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. യേശു നിങ്ങളെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട. വാ അവങ്കൽ നീ ഇന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രതിസന്ധികളെല്ലാം ചുറ്റും നടക്കുമ്പോഴും കർത്താവിന് നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. ഒരിക്കൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകളെല്ലാം ഇങ്ങനെ ചീറിപ്പാഞ്ഞ് ഭയങ്കര ശബ്ദത്തിൽ പോകുമ്പോൾ ഒരു കൈക്കുഞ്ഞ് ഒരമ്മയുടെ മാറിൽ, തൻ്റെ അമ്മയുടെ മാറിൽ, അസാധുവായ വഴിയോരങ്ങളിൽ പ്രഭാതങ്ങളിൽ ഇരക്കുവാൻ കടന്നു പോകുന്ന ആ സ്ത്രീയുടെ നെഞ്ചോട് പറ്റിക്കിടന്നുറങ്ങുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ ആ ബെഞ്ചിന്റെ കീഴിൽ ഈ സാധുവായ സ്ത്രീയുടെ നെഞ്ചിൽ ഈ കുഞ്ഞിങ്ങനെ പറ്റിപ്പിടിച്ചുറങ്ങുമ്പോൾ ഹുങ്കാര ശബ്ദത്തോടെ, ചൂളം വിളിയോടെ ട്രെയിനുകൾ ഭയങ്കര ശബ്ദത്തിൽ കടന്നു പോകുമ്പോഴും ആ കുഞ്ഞുണരുന്നില്ല, ഞെട്ടുന്നില്ല, അലറിക്കരയുന്നില്ല. ആ അമ്മയുടെ മാറിൽ പറ്റിക്കിടക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഉള്ളം കരങ്ങളിലാണ് ഞാനും നിങ്ങളും. അവന്റെ മാറോട് അവൻ എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഏത് സാഹചര്യത്തിലും, ഏത് അവസ്ഥയിലും, ഏത് അനുഭവങ്ങളുടെ നടുവിലും ആ കർത്താവിന് നമ്മെ സൂക്ഷിക്കാൻ കഴിയും എന്ന ഉറപ്പുള്ള ദൈവമക്കളെ ഒരിക്കൽ കൂടെ ഒന്ന് സമർപ്പിച്ചേ. ഇതൊരു പുനർസമർപ്പണത്തിന്റെ ദിനമാകട്ടെ. ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ചില നോഹമാർ, ചില അബ്രഹാമുമാർ കർത്താവിന്റെ കരങ്ങളിലോട്ട് കയറിയിരിക്കുകയാണ്, കർത്താവിനെ ആശ്രയിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട. ഏത് പ്രതിസന്ധിയിലിരിക്കുന്നവനോടും, ഏത് സാഹചര്യത്തിലിരിക്കുന്നവനോടും യേശുവിന് അന്നും ഇന്നും പറയാനുള്ള വാക്യതാണ്, Do not afraid. ഭയപ്പെടേണ്ട, I am with you. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. തീയിലൂടെ നടക്കുമ്പോൾ നിന്റെ കാല് വെന്തു പോകില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. നീ എൻ്റെ ഉള്ളം കരങ്ങളിരിക്കുന്നു, എൻ്റെ കരങ്ങളിൽ ഞാൻ നിന്നെ വരച്ചിരിക്കുന്നു. കർത്താവേ, എന്നെ സമർപ്പിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ലോകം അതിൻ്റെ അവസാനത്തിലേക്കും കാലം അതിൻ്റെ അന്ത്യത്തിലേക്കും കടന്നു പോകുമ്പോൾ, കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ലോകത്തിൽ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ എനിക്ക് അഹങ്കരിക്കുവാൻ ഒന്നുമില്ല. കർത്താവേ,
എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല കർത്താവേ, എനിക്ക് പുകഴുവാനൊന്നുമില്ല കർത്താവേ. എൻ്റെ പുകഴ്ച യേശുവാണ്, എൻ്റെ പ്രശംസ കർത്താവാണ്, എൻ്റെ എല്ലാം എൻ്റെ കർത്താവാണ്. എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്ഷാമകാലത്തും എന്നെ ക്ഷേമമായി പോറ്റി. എവിടെല്ലാം ഞാൻ വീണു പോകാമായിരുന്നു, എവിടെല്ലാം ഞാൻ തകരാമായിരുന്നു, എവിടെല്ലാം ഞാൻ പരാജയപ്പെടാമായിരുന്നു,